എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ്. കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് നിയമപരമല്ലാത്ത രീതിയിൽ കടന്നുകൂടുന്ന പല പ്രശ്നങ്ങളും അതിർത്തിയിൽ നടക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ഇന്ത്യൻ കുടുംബം തണുത്ത് വിറച്ച് മരിച്ച സംഭവം അത് വളരെ അധികം വേദനിപ്പിച്ചിരിക്കുകയാണ്. കാനഡ വഴി US കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കുടുംബം തണുത്ത് വിറങ്ങലിച്ചു മരിച്ച സംഭവത്തിൽ 2 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഡേറ്റി ഹരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പൗരനും ഫ്ലോറിഡയിൽ നിന്നുള്ള അമേരിക്കക്കാരനായ സ്റ്റീവ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി വിധിച്ചിരിക്കുന്നത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ സഹായിക്കുന്ന ക്രിമിനൽ എൻ്റർപ്രൈസസിൻ്റെ ഭാഗമായാണ് ഇരുവരുമെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാനഡ അതിർത്തി വഴി US കടക്കാൻ ശ്രമിച്ച ഗുജറാത്തി സ്വദേശികളായ 4 കുടുംബമാണ് അവരുടെ 3 വയസ്സുള്ള മകൻ ഉൾപ്പെടെ കൊടും തണുപ്പിൽ തണുത്തുറഞ്ഞ് മരിച്ചിരിക്കുന്നത്. ഡേറ്റി ഹരി എന്ന ഇന്ത്യക്കാരൻ അനധികൃതമായി ഇന്ത്യയിൽ നിന്ന് ആളുകളെ US കടത്തുന്ന ഏജന്റാണ്. കാനഡ US അതിർത്തിയിൽ ആളുകളെ എത്തിച്ച ശേഷം കുറച്ചു ദൂരം നടന്ന് US പാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീവിൻ്റെ പിക്കപ്പ് വാൻ വഴി ആളുകളെ കടത്തുകയായിരുന്നു പതിവ്. പക്ഷേ മറ്റ് 7 പേർക്കൊപ്പം ആ 4 കുടുംബം അതിർത്തി കടക്കാൻ ശ്രമിച്ച ആ ദിവസം -23 ഡിഗ്രിയാണ് തണുപ്പുണ്ടായിരുന്നത്. കൊടും തണുപ്പും ഇരുട്ടും മൂലം ഇവർ കൂട്ടം തെറ്റിയിരുന്നു. അതിർത്തിയിൽ മഞ്ഞിൽ പൊതിഞ്ഞത് കാരണം പിക്കപ്പ് വാൻ അതിർത്തി രക്ഷാസേന കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടെ കൂടുതൽ തിരച്ചിലിനൊടുവിൽ 4 കുടുംബത്തെ കണ്ടെത്തി. കുട്ടികൾ നേരത്തെ തന്നെ തണുത്ത് മരിച്ചിരിക്കുന്നു. മുതിർന്നവർ ഹൈപ്പർതെർമിയ അവസ്ഥയിൽ ബോധം നശിച്ച് വെളിപ്രദേശത്ത് കൂടെ നടക്കുകയായിരുന്നു. അവരെയും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർമി പിടിക്കുകയും പിന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതും ആ തണുത്ത് വിറച്ച ആളുകളും മരിക്കുകയുണ്ടായി. അതേ തുടർന്ന് കോടതി സ്വമേധയാ കുറ്റം ചുമത്തുകയും ഇവരെ 2 പേരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനധികൃതമായി യാത്രകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരിക്കലും നിയമവിരുദ്ധമായി ഏത് രാജ്യങ്ങളിലേക്ക് കടക്കുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.